ദേവി മാഹാത്മ്യം, ദേവിയുടെ മാഹാത്മ്യം പറയുന്നത്, അതായത് ദേവിയുടെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു വർണ്ണിക്കുന്ന 700 ശ്ലോകങ്ങളടങ്ങിയ ഒരു ചരിതമാണ് ദേവി മാഹാത്മ്യം. ഈ ദേവിയുടെ മാഹാത്മ്യം മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് വചനം. ആഭതി കിം കരണീയം സ്മരണീയം ചരണയുഗളമംബായാഹ എന്ന് കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞിട്ടുണ്ട്. അതായത് ആപത്തിൽ അകപ്പെട്ടാൽ വിധിയെ പഴിച്ച് കാലം കഴിക്കാതെ സാക്ഷാൽ പരാശക്തിയെ ശരണം പ്രാപിക്കണം. തന്നെ ആശ്രയിക്കുന്നവൻ്റെ എല്ലാ ആപത്തുകളും ഞാൻ തീർച്ചയായും നശിപ്പിക്കുന്നുവെന്ന് ദേവി വാഗ്ദാനം ചെയ്യുന്നു. ദേവി മഹാത്മ്യത്തിൽ ജഗദംബയുടെ 3 ഭാവങ്ങളായ ശ്രീ മഹാകാളി, ശ്രീ മഹാലക്ഷ്മി, ശ്രീ മഹാസരസ്വതി എന്നീ ദേവതകളെയും ഒപ്പം തന്നെ അമ്മയുടെ അംശങ്ങളായ ബ്രാഹ്മണി, മാഹേശ്വരി, കൗമാരി മുതലായ സപ്തമാതൃക്കളെയും പ്രകീർത്തിക്കുന്നു. 700 മന്ത്രങ്ങൾ അടങ്ങിയ 13 അധ്യായങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. നവരാത്രി കാലത്ത് പ്രധാനമായും 3 ദേവീ ഭാവത്തിലും പൂജിക്കുന്നു. അതായത് ആദ്യ 3 ദിവസം ശ്രീ മഹാകാളി ഭാവത്തിൽ ഉള്ള പൂജയായാൽ അതിൽ മനുഷ്യ മനസ്സിലുള്ള ആസുരഭാവത്തെ അകറ്റുന്നു. രണ്ടാമത്തെ 3 ദിവസത്തെ പൂജയിൽ ദൈവിക സമ്പത്തുൾപ്പെടെയുള്ള ഐശ്വര്യത്തെ, അതായത് ശ്രീ മഹാലക്ഷ്മി പൂജയാൽ ലഭിക്കുന്നു. മൂന്നാമത്തെ 3 ദിവസത്തെ പൂജയിൽ, അതായത് ജ്ഞാനസ്വരൂപിണിയായ ശ്രീ മഹാസരസ്വതി പൂജയിൽ പരമാർത്ഥ ജ്ഞാനവും വിദ്യയും അറിവും വിവേകവും ലഭിക്കുന്നു. നമ്മിലുള്ള ആസുരഭാവത്തെ ഇല്ലായ്മ ചെയ്ത് ദൈവിക സമ്പത്തിനെയും ഐശ്വര്യത്തെയും വളർത്തി മനസ്സിനെ നിർമ്മലമാക്കി പരമാർത്ഥ ജ്ഞാനത്തെ സ്വീകരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. 10ാമത്തെ ദിവസമായ വിജയദശമി നാളിൽ നാം അത് ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലെ പ്രഥമ ചരിതത്തിൻ്റെ ഒരു ചെറിയ കഥ. അതായത് സാരോചിഷ മന്വന്തരത്തിലുണ്ടായ കഥയാണിത്. ചൈത്രവംശത്തിലെ സുരഥൻ എന്ന രാജാവ് പല രാജ്യങ്ങളും കീഴടക്കി ചക്രവർത്തിയായി വാണിരുന്ന കാലത്ത് കോലാവിധ്വംസികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടർ അദ്ദേഹത്തെ യുദ്ധത്തിൽ തോൽപ്പിച്ച് രാജ്യവും സമ്പത്തും അധികാരവും കൈക്കലാക്കി. നായാട്ടിനെന്ന വ്യാജേന രാജാവ് ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി കാട്ടിലേക്ക് പോകുന്നു. രാജാവ് സുമേധസ് എന്ന മഹർഷിയുടെ സ്വച്ഛസുന്ദരമായ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് മനസ്വസ്ഥത ലഭിക്കുന്നില്ല. തൻ്റെ രാജ്യത്തെയും കൊട്ടാരത്തെയും പത്നിമാരെയും പ്രജകളെയും മക്കളെയും ഓർത്ത് ചിന്തിച്ച് ദുഃഖിതനാകുന്നു. കാട്ടിൽ ഇപ്രകാരം അലഞ്ഞു നടക്കുന്ന അദ്ദേഹം സമാധി എന്നു പേരായ ഒരു വൈശ്യനെ കണ്ടുമുട്ടുന്നു. തൻ്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ധനമോഹികളായ ഭാര്യയും മക്കളും ചേർന്ന് തന്നെ നിഷ്കരുണം ആട്ടിപ്പായിച്ചതാണെന്ന സത്യം സമാധി രാജാവിനോട് പറയുന്നു. എന്നിട്ടും തൻ്റെ ഭാര്യയെയും മക്കളെയും കുറിച്ചുള്ള ചിന്ത തന്നിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നും വൈശ്യൻ പറയുന്നു. രണ്ടുപേരും ചേർന്ന് സുമേധസ്സു മഹർഷിയുടെ അടുത്തെത്തുന്നു. തങ്ങളുടെ വിഷമങ്ങൾ മഹർഷിയോട് പറഞ്ഞ് ഇതിനൊരു നിവൃത്തിമാർഗം കാട്ടിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. അതിനു മറുപടിയായി മഹർഷി സകല ചരാചരങ്ങളിലും വസിക്കുന്ന ദേവി മഹാമായയെ ആരാധിക്കാൻ അവരോട് ഉപദേശിക്കുന്നു. ആരാണ് ദേവി, എന്താണ് ദേവിയുടെ ചരിത്രം, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മഹർഷി വിശദമായി അമ്മയുടെ കഥകൾ പറഞ്ഞുകൊടുക്കുന്നു. സുമേധസ്സു മഹർഷി മാർക്കണ്ഡേയൻ പറഞ്ഞ കഥകൾ ഇങ്ങനെ പറയുന്നു. രാജൻ, ഓരോ ജന്തുവിലും ജ്ഞാനമുണ്ട്, മമതയുമുണ്ട്. മനുഷ്യരെ പോലെ ഒരുപക്ഷെ അതിൽ കൂടുതൽ ജ്ഞാനികൾ പക്ഷിമൃഗാദികളായിരിക്കാം. ഓരോ ജന്തുവിലും ഓരോ വിഷയങ്ങളിലാണ് ജ്ഞാനമുള്ളത് എന്ന് മാത്രമേ വ്യത്യാസം ഉള്ളൂ. ഉദാഹരണത്തിന് പക്ഷികൾ കൂടുകൂട്ടുന്നു. പെൺപക്ഷി അതിൽ മുട്ടയിടുന്നു. ആൺപക്ഷി അവയെ സംരക്ഷിച്ചുകൊണ്ട് ചുറ്റിനും ചുറ്റിത്തിരിയുന്നു. അടയിരുന്ന് കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ കിട്ടുന്ന ഭക്ഷണം സ്വയം കഴിക്കാതെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നു. അവ വളർന്ന് ചിറകുമുളച്ച് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടിന് ഓരോന്നോരോന്നായി പറന്നു പോകുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ വിട്ടുപോയല്ലോ, എൻ്റെ വാർദ്ധക്യത്തിൽ എന്നെ അവർ നോക്കില്ലല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ തള്ളപ്പക്ഷിക്ക് ഉണ്ടാകുന്നില്ല.
അതോടുകൂടി ആ കുഞ്ഞുങ്ങളോടുള്ള അതിൻ്റെ മമത തീരുന്നു. എന്നാൽ മനുഷ്യരോ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം, വാത്സല്യം, കരുതൽ എല്ലാം തന്നെ തനിക്ക് തിരിച്ചു കിട്ടും അല്ലെങ്കിൽ തിരിച്ചു കിട്ടണം എന്ന പ്രതീക്ഷ മനസ്സിൽ സൂക്ഷിച്ചാണ് മക്കളെ വളർത്തുന്നത്. അതായത് മക്കളോടുള്ള മമത ഒരിക്കലും മനുഷ്യരിൽ നിന്നും വിട്ടുമാറുന്നതല്ല. മക്കളെ പോലെ തന്നെ തൻ്റെ സമ്പാദ്യത്തോടും പൊന്നിനോടും പണത്തിനോടും ഒന്നും തന്നെയുള്ള മമത നമ്മളിൽ നിന്ന് അകലുന്നില്ല. ഇതുകൊണ്ട് തന്നെയാണ് പക്ഷികൾക്കുള്ള അത്ര ജ്ഞാനം മനുഷ്യർക്കില്ല എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഒരു തരത്തിൽ മായ തന്നെയാണ്. ഈ സംസാരത്തെ നിലനിർത്തുന്നത് മഹാമായയുടെ മായാപ്രഭാവമാണ്. അങ്ങനെയുള്ള ജഗദംബയുടെ മായാപ്രഭാവത്താലാണ് സാക്ഷാൽ ശ്രീഹരി പോലും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും. കൽപ്പാന്തകാലത്ത് മഹാപ്രളയത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്നതും അങ്ങനെയുള്ള ദേവീ പ്രസാദമാണ്, മനുഷ്യരുടെ സ്വർഗവും മോക്ഷവും. ഇത് കേട്ട് രാജാവ് മഹാമായയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഈ ആഗ്രഹം ശ്രദ്ധിച്ച മുനി വളരെ സന്തുഷ്ടനായി കൂടുതൽ പറയുന്നു. ആദ്യവും അന്തവും ഇല്ലാത്ത പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി ദേവകാര്യാർത്ഥം പല പ്രാവശ്യം പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കഥകൾ തുടരുന്നു. കൽപ്പാന്തകാലത്ത് ലോകം മുഴുവൻ ജലത്തിൽ ആണ്ടുപോയപ്പോൾ ആ പ്രളയജലത്തിൽ ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിൽ ലയിച്ച് ശേഷതൽപ്പത്തിൽ പള്ളികൊള്ളുന്നു. ഈ സമയം ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് മധു, കൈഡബൻ എന്നു പേരായ 2 അസുരന്മാർ പുറത്തു വരുന്നു. ആ വീരശൂര പരാക്രമികളായ അവർ വെള്ളത്തിൽ തമിർത്ത് നടക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ബ്രഹ്മാവിനെ കാണുന്നു. ബ്രഹ്മാവ് തങ്ങളെ കണ്ട് ഭയന്ന് കണ്ണടച്ചിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച അസുരന്മാർ ബ്രഹ്മാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഭയവിഹ്വലനായ ബ്രഹ്മാവ് ഭഗവാനെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് ഭഗവാന്റെ നയനങ്ങളിൽ നിദ്രാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വേശ്വരിയുടെ യോഗനിദ്രാദേവിയെ സ്തുതിക്കുന്നു. ഇതാണ് ദേവി മഹാത്മ്യം 1-ാം അധ്യായത്തിലെ 55 മുതൽ 68 വരെയുള്ള ശ്ലോകങ്ങൾ. ഈ സ്തുതിയിൽ പ്രസന്നനായ നിദ്രാദേവി ഭഗവാന്റെ നയനം, മുഖം, നാസിക, ഹൃദയം, മാറിടം, കൈകൾ എന്നീ അവയവങ്ങളിൽ നിന്നും മാറി ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഭഗവാൻ ഉണരുമ്പോൾ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ബ്രഹ്മാവിനെയും പ്രസന്നവദനയായ ദേവിയെയും ക്രോധരൂപികളായ അസുരന്മാരെയും കാണുന്നു. രാക്ഷസന്മാർ വീണ്ടും ബ്രഹ്മാവിനെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ അവരെ തുടരുകയും അവർ ബ്രഹ്മാവിനെ വിട്ട് ഭഗവാനോട് ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീഹരിയും മധുകൈടഭന്മാരും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്നു. ഏകദേശം 5000-ഓളം വർഷം ആ യുദ്ധം തുടർന്നു എന്നാണ് ചരിത്രങ്ങളിൽ പറയുന്നത്. 2 കൂട്ടരും സമാസമത്തിൽ തന്നെ നിന്നു. അവസാനം ഭഗവാൻ ദേവിയുടെ നിർദ്ദേശപ്രകാരം അസുരന്മാരോട് പറയുന്നു, വീരന്മാരെ, നിങ്ങളുടെ പരാക്രമത്തിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. എന്തു വരം വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം, ഞാൻ അത് നൽകുന്നതായിരിക്കും. മഹാമായയാൽ മോഹിതരാക്കപ്പെട്ട അസുരന്മാർ ഭഗവാന്റെ വരദാനത്തെ വേണ്ടെന്ന് വെക്കുകയും പകരം ഭഗവാന് ഇഷ്ടമുള്ള വരം അവർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതുതന്നെ തക്ക സമയമെന്ന് മനസ്സിലാക്കിയ ശ്രീഹരി, നിങ്ങൾ 2 പേരും എൻ്റെ കയ്യാൽ വധിക്കപ്പെടണമെന്ന വരം ആവശ്യപ്പെടുന്നു. അപ്പോഴാണ് തങ്ങൾ വഞ്ചിതരായ കഥ അവർ മനസ്സിലാക്കുന്നത്. എങ്കിലും സത്യലംഘനം നടത്താൻ ഇഷ്ടപ്പെടാത്ത അവർ മരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ ഒരു നിബന്ധന അവർ വെച്ചു. അതായത് സർവത്ര ജലമയമായ പ്രളയജലത്തിൽ നിൽക്കുന്ന അവരെ ജലത്തിൽ വെച്ച് കൊല്ലാൻ പാടില്ല. നടക്കാത്ത കാര്യമെന്ന് അവർ കരുതിയെങ്കിലും ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ ധരിച്ച് ആ 2 അസുരന്മാരെയും 2 കീടത്തെ എന്ന പോലെ പൊക്കിയെടുത്ത് തൻ്റെ തുടകളിലും കിടത്തി ചക്രം കൊണ്ട് അവരുടെ ശിരശ്ഛേദം ചെയ്തു. ആ സമയം അവരുടെ ദേഹത്തു നിന്നും മേധസ് ഉരുണ്ടുകൂടി ഉണ്ടായതാണ് ഭൂമി. അതിനാൽ ഭൂമിക്ക് മേദിനി എന്ന് പേരുണ്ടായി.
ഇപ്രകാരം മഹാമായയുടെ ശക്തിപ്രഭാവം കൊണ്ട് മധുകൈടഭന്മാരെ ഇല്ലാതാക്കാൻ സാധിച്ചത് ബ്രഹ്മാവിൻ്റെ സ്തുതി കൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് മഹർഷി നിർത്തുന്നു. അങ്ങനെയുള്ള ദേവിയെ നിങ്ങളും ആരാധിക്കൂ എന്ന് മഹർഷി പറയുമ്പോൾ ദേവിയുടെ ചരിത്രം വീണ്ടും വീണ്ടും കേൾക്കുന്നതിനായി അവർ ആഗ്രഹിക്കുകയും മഹർഷി അവരുടെ ആഗ്രഹത്തെ മാനിച്ച് തുടരുകയും ചെയ്യുന്നു. ദേവി മഹാത്മ്യം അടുത്ത ചരിതങ്ങളിലാണ് മഹിഷാസുരവർദ്ധനവും രക്തബീജവധം, ശുംഭനിശുംഭവധം, ഇങ്ങനെ ഓരോ അസുരന്മാരെയായി വധിച്ച കഥ പറഞ്ഞു കൊടുക്കുന്നത്. നീട്ടുന്നില്ല, ഇവിടെ നിർത്തുന്നു. മഹാവിദ്യ, മഹാമായ, മഹാമേധ, മഹാസ്മൃതി, മഹാമോഹാച ഭഗവതി, മഹാദേവി, മഹാസുരി. ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന മഹാവിദ്യയും അതിനെ മറച്ചുപിടിക്കുന്ന മഹാമായയും ധാരണാശക്തി നൽകുന്ന മേധാദേവിയും വേദസ്വരൂപിണിയായ മഹാസ്മൃതിയും സംസാരചക്രം തിരിക്കുന്ന മഹാമോഹവും ഈശ്വരപത്നിയായ മഹാദേവിയും മഹാസുരശക്തിയും ആ അമ്മ തന്നെയാണ്. നമ്മൾക്കും ആ അമ്മയെ സ്മരിച്ചുകൊണ്ട്, അമ്മയെ ധ്യാനിച്ചുകൊണ്ട്, പൂജിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നേടാം. ഓം നമഃ ചണ്ഡികായൈ, ഓം ശ്രീ മഹാദേവ്യൈ നമഃ.